ഗൈസ്, വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ പൊള്ളാച്ചിയിലേക്ക് പോകാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ പൊള്ളാച്ചി പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് രഞ്ജിതയാണ്. രഞ്ജിതയുടെ വീട്ടിലാണ്. രഞ്ജിത അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ പോകാൻ വേണ്ടി പോകണം. നമ്മൾ ട്രെയിനിലാണ് ഇപ്രാവശ്യം പോകുന്നത്. അപ്പം രാത്രി എത്ര മണിക്കാണ് നമ്മൾ ട്രെയിൻ? 10:30 നമ്മുടെ ട്രെയിൻ. അപ്പം നമ്മളവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം രഞ്ജിതയുടെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ഡാണ്. എൻ്റെ താഴെയുണ്ട്. അപ്പം നമ്മൾ നേരെ ഇനി പൊള്ളച്ചിലേക്ക് പോകാൻ പോവുകയാണ് ഗൈസ്. അപ്പം നമുക്ക് കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും പോവുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മളൊരു 5 month ആയെന്ന് തോന്നുന്നു പോയിട്ട്. അപ്പം നമ്മളിപ്പോൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഇപ്പം എന്താ പറയുക, ഇപ്പോൾ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസായി മാറിയിരിക്കുകയാണ് പൊള്ളാച്ചി. കാരണം ഒരിക്കലെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു ഫേവറേറ്റ് പ്ലേസായി മാറും. കാരണം അത്രയ്ക്ക് പ്രത്യേകിച്ച് ആ സിറ്റിയിൽ നിന്ന് മാറി നമ്മൾ ആ തനി ഗ്രാമത്തിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ അടിപൊളി ഒരു ഫീലാണ് അവിടുത്തെ ആ ഒരു വൈബും. അപ്പോൾ ഒരുവിധം ഇതുപോലത്തെ ഹരിതവർണ്ണ പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഗ്രാമപ്രദേശങ്ങളൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ പോകുന്നതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അവിടെ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അന്ന് നിങ്ങൾ നമ്മുടെ മുമ്പത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടാണ് കാർത്തികൻ ചെയ്യും. ഇത് കാർത്തിയുടെ മാരേജ് ആണ്. അപ്പം മാരേജ് ഫംഗ്ഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇനി അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കാം. അപ്പം നമ്മൾ ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ പോവുകയാണ് കേസ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ സീതൂട്ടിയാണോ ലച്ചൂട്ടിയാണോ എന്ന് തോന്നുന്നുണ്ടോ അവരങ്ങോട്ട് പോയിട്ട്. ഇത് നമ്മുടെ കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇനി കായംകുളത്തോട്ട് പോകും. പിന്നെ അവിടെ നിന്ന് വേറെ ട്രെയിൻ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. അല്ലേ രഞ്ജിതേ? കുറേ ഓർമ്മകളുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. കാരണം കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് വട്ടം ഇങ്ങനെ രാത്രിയിലൊക്കെ വന്നിട്ട് ഇതിലേക്ക് കൂടെ ഒക്കെ ഓടിയിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് കണ്ടിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ലാസ്റ്റ് ടൈം പോയിട്ടുള്ളത് കണ്ണൂർ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി മാത്രമാണ്. കരുനാപ്പള്ളിയൊക്കെ കുറേ പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. നോക്കി ചൂട്ടി രാത്രി ഉറക്കമൊന്നും ഇല്ല കേട്ടോ പിള്ളേരെ. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ വെള്ളക്കെട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. സീതുട്ടിയിൽ ചുട്ടി എല്ലാവരും ഉണ്ട്. നോക്കൂ രഞ്ജിതേ, ഹായ് പറയൂ. രഞ്ജിത ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കോ എന്തോന്നും എനിക്കറിയത്തില്ല. പക്ഷെ രഞ്ജിതയ്ക്ക് ഭയങ്കര ടെൻഷൻ, എന്തിനാന്ന് എനിക്കും അറിയത്തില്ല. നമ്മൾ അങ്ങനെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. നമ്മൾ കരുനാപ്പള്ളിയിൽ നിന്ന് നമ്മൾ കായംകുളത്തെത്തി. പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള പൊള്ളാച്ചിലേക്കുള്ള ട്രെയിൻ. സോ നമ്മുടെ ട്രെയിൻ ഒരു 10:30 ആകുമ്പോഴത്തേക്ക് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോഴാണ് നമ്മൾ പോകാൻ പോകുന്നത്. നോക്കൂ രഞ്ജിത അവിടെ ഫോണിൽ കത്തിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, ആവശ്യമില്ലാതെ എന്തിനോ ടെൻഷൻ. നമുക്കും അറിയത്തില്ല എന്തിനാണ് ടെൻഷൻ എടുക്കുന്നത്, എനിക്കും അറിയത്തില്ല. ഞങ്ങളുടെ സീറ്റ് കിട്ടി. ഞങ്ങളുടെ സീറ്റിലിങ്ങനെ കിടന്നു. അതാണ് ഇനി പൊള്ളാച്ചി നിൽക്കണം. അപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് ഉറങ്ങിയിട്ട് വരാം. നമ്മൾ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ഇൻ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷൻ. രാവിലെ സമയം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വന്നിട്ട് ഇവിടെ ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോഴും ഇവിടെ വന്നിട്ട് നമ്മൾ ബദാം മിൽക്ക് കുടിച്ചാണ്. സോ അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മളോട് വന്നിരിക്കുകയാണ് ബദാം മിൽക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ 5:30 രാവിലെ ബദാം മിൽക്ക് കുടിക്കുന്നത് കൂട്ടിയിരിക്കുന്നുണ്ടോ. രഞ്ജിത അങ്ങ് ഉറങ്ങി കണ്ട ചൈനക്കാരി ആയിട്ടുണ്ട് കേട്ടോ. നിനക്ക് ചായ ആണോ? നമുക്ക് ചായ. ഇവിടെ ഞാൻ അന്ന് വന്നപ്പോഴും ആദ്യമായിട്ടാണ് ബദാം മിൽക്ക് കുടിക്കുന്നത് കേട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബദാം മിൽക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പം രാവിലെ ബദാം മിൽക്ക് കുടിക്കുകയാണെന്താ നമ്മുടെ ബദാം മിൽക്ക് ചെയ്യുന്നത്. പക്ഷെ അന്ന് വന്നപ്പോൾ നല്ല കളറായിരുന്നു കേട്ടോ. ഇതൊരു മഞ്ഞപ്പൊടി കുറച്ചാണ് തോന്നിട്ടേക്കുന്നത്. അതുകൊണ്ടാണ് കുടിച്ചു നോക്കട്ടെ. വാ, എന്താ മധുരം, അടിപൊളിട്ടുണ്ട്. ഓക്കെ, ഞാനൊന്ന് കുടിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ പൊള്ളാച്ചിയിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ പഴയ സ്ഥലം പളനി കൗണ്ടർ പുത്തൂർ, ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ കാണാൻ പോകുന്ന പൊള്ളാച്ചിയിലെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് ചെയ്യുകയും വേണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഇതുപോലത്തെ അടിപൊളി വീഡിയോസൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.